ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പുനലൂർ ലിവിംഗ് വാട്ടർ റെസിഡൻഷ്യൽ സ്കൂളിലെ ക്രൂരതയിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്കായി മണ്ണ് ചുമക്കുന്നത് കുട്ടികളാണ്. ബൈബിൾ പഠനത്തിന്റെ മറവിലാണ് കുട്ടികളോട് കൊടും ക്രൂരത നടന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ആറാം ക്ലാസ്സുകാരനെ കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച കയർ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം തുടങ്ങി. ഷമീർ അബ്ദുൾ ചേരിക്കാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷമീർ, ബാലവേലയടക്കം നടക്കുന്ന ഒരു സ്ഥാപനമാണ്. നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി എന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അന്വേഷണം ഇങ്ങനെ പോകുമ്പോൾ പുതിയ ദൃശ്യങ്ങൾ വരുന്നത്. എന്താണ് നിലവിലെ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ? രുചീഷ്, ആറാം ക്ലാസ്സുകാരനോട് ചെയ്ത വളരെ ക്രൂരമായ പ്രവൃത്തിയാണ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കണ്ടത്. കയറിൽ കെട്ടിത്തൂക്കി 500 രൂപ മോഷണം പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സ്കൂള്. ആ സ്കൂളിൽ ബൈബിൾ പഠനം നടക്കുന്നു. അതായത് ബൈബിൾ പഠനത്തിൻ്റെ മറവിലാണ് ഇത്തരത്തിൽ കുട്ടികൾ അവിടെ താമസിക്കുന്നത്. അതായത് ബൈബിൾ പഠിക്കുന്നതിനൊപ്പം തന്നെ ആ സ്കൂളിൻ്റെ ഹോസ്റ്റൽ കെട്ടിടത്തിൽ താമസിക്കാം. അതിനുശേഷം അവർക്ക് ഇഷ്ടമുള്ള സ്കൂളുകളിൽ പോയി പഠിക്കാം. അപ്പോൾ താമസിക്കാൻ വേണ്ടിയുള്ള സൗകര്യം മാത്രമാണ് അവിടെ കൊടുക്കുന്നത്. പ്രധാനമായും ഇവിടെ ഉള്ളത് ബൈബിൾ പഠനമാണ്. ഇതിൻ്റെ മറവിലാണ് ഇത്തരത്തിൽ ഈ കുട്ടികളെ കൊണ്ട് മണൽ നീക്കം ചെയ്യുന്നതും ഒപ്പം തന്നെ മറ്റ് തൊഴിലുകളും ചെയ്യുന്നതും. ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാർ വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. രാത്രികാലങ്ങളിൽ കുട്ടികളുടെ കരച്ചിൽ ഉച്ചത്തിൽ കേൾക്കാമായിരുന്നു. ഒപ്പം തന്നെ കുട്ടികളെ കൊണ്ട് ഇത്തരം തൊഴിലുകൾ അവിടെ ചെയ്യിപ്പിച്ചിരുന്നു എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഈ ആക്ഷേപത്തിന് തൊട്ടു പിന്നാലെയാണ് നമ്മൾ അന്വേഷിച്ചത്. ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ, അതായത് ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്ത് മണലെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നാട്ടുകാരിൽ ചിലർ തന്നെ പറയുകയും ചെയ്തു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ ദൃശ്യങ്ങൾ നമ്മളുടെ കയ്യിലേക്ക് വരുന്നത്. ഈ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന അനുസരിച്ച് അവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് ഇത്തരത്തിൽ ആ മണൽ അവിടെ നിന്നും നീക്കം ചെയ്യുന്നതും ആ തൊഴിലെടുക്കുന്നതും ഒക്കെ ചെയ്യുന്നതും ഈ കുട്ടികളാണ്. അതും വളരെ ചെറിയ കുട്ടികളാണ് രുചീഷ്. നമുക്ക് കാണാൻ പറ്റും അത്ര ചെറിയ കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിക്കുകയാണ്. അതും ഒരു ആത്മീയ പഠന കേന്ദ്രത്തിൽ, ഇത്തരത്തിൽ ബൈബിൾ പഠിക്കുന്ന ഒരു സ്ഥലത്ത്, ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത്തരം ക്രൂരമായ ജോലികൾ ചെയ്യിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. പിന്നീട് പോലീസ് ഇന്നലെ രാത്രി തന്നെ ഇവിടെ നടത്തിയ അന്വേഷണത്തിൽ ആദ്യം ഈ രണ്ടുപേരെ, അവിടുത്തെ വാർഡനെയും അതുപോലെ കുക്കിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവരെ ചോദ്യം ചെയ്തപ്പോൾ അവർ അത്തരമൊരു പ്രവൃത്തി ചെയ്തില്ല എന്ന് പറഞ്ഞു. പിന്നീട് പോലീസ് അവിടെ നടത്തിയ റെയ്ഡിൽ ഈ കുട്ടിയെ കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച കയർ അവിടെ നിന്നും കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിന് ശേഷം ഇവർക്കെതിരെ, ഈ സ്ഥാപനത്തിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകും എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതിനപ്പുറത്തേക്ക് തൊഴിൽ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. ഇത് ഒരംശം മാത്രമാണ് ഈ ദൃശ്യങ്ങൾ. അതിനും അപ്പുറത്തേക്ക് അവിടെ വലിയ സംഭവങ്ങൾ ആ കെട്ടിടത്തിനുള്ളിൽ നടക്കുന്നു എന്ന വലിയ ആക്ഷേപം നാട്ടുകാർ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ നമ്മൾ കൊടുത്ത സൗണ്ട് ബൈറ്റിൽ അവർ ഉന്നയിച്ചിരുന്നു. അതിനുശേഷമാണ് പല രക്ഷിതാക്കളുമായി ബന്ധപ്പെടുകയും ഈ ദൃശ്യങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുകയും ചെയ്തു. എന്തായാലും അത്യന്തം ഖേദകരമായ സംഭവം, അതും വെറും ചെറിയ കുട്ടികളെ കൊണ്ട് ഈ ചൂടുകാലത്ത് ഇത്തരത്തിൽ മണലെടുപ്പിക്കുന്ന സംഭവമാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. ശരി ഷമീർ, ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിക്കുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചത്. ഷമീർ സൂചിപ്പിച്ചതുപോലെ നേരത്തെയും സമാനമായി പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും ശക്തമായ നടപടി ഉണ്ടാകും എന്നാണ് വിദ്യാഭ്യാസ വകുപ്പും അറിയിക്കുന്നത്.